ഉളിക്കൽ ബസ് സ്റ്റാൻഡ് ബീവറേജ് പരിസരത്ത് പരിശോധന ശക്തമാക്കി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ വിജിലൻസ് സ്ക്വാഡ്. ഹരിതകർമ്മസേന അംഗങ്ങളുടെ സഹായത്തോടെ പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഉളിക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബീവറേജിൽ നിന്നും മദ്യം വാങ്ങി പരസ്യമായി മദ്യപിക്കുകയും കുപ്പി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് വലിയ മാലിന്യ കൂമ്പാരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ഒപ്പം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ മാലിന്യങ്ങൾ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്തു. കഴിഞ്ഞ മാസം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തെ തുടർന്ന് ഈ പ്രദേശത്തെ മാലിന്യങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു. 2 മാസം പോലും തികയും മുൻപ് ഈ പ്രദേശം വീണ്ടും കുപ്പി മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ശുചിത്വ മാലിന്യ സംസ്കരണ വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി പ്രദേശത്തെ മാലിന്യ കുപ്പികൾ നീക്കം ചെയ്തത്. വലിച്ചെറിയുന്ന കുപ്പി മാലിന്യങ്ങൾ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന അവസ്ഥയുണ്ടാകാൻ ഇടയുണ്ട്. കഴിഞ്ഞ മാസം ടൗണിനോട് ചേർന്ന പ്രദേശത്ത് ഡെങ്കി ബാധിച്ച് ഒരാൾ മരണപ്പെടുകയും 32ഓളം ഡെങ്കി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബീവറേജ്, ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിൽ വിജിലൻസ് സ്ക്വാഡ് പകൽ സമയങ്ങളിലും രാത്രികാലങ്ങളിലും പരിശോധന നടത്തി ഇത്തരം മാലിന്യം വലിച്ചെറിയുന്നവർക്ക് സ്പോട്ട് ഫൈൻ പോലുള്ള ശിക്ഷണ നടപടി സ്വീകരിക്കാനും കൂടാതെ പോലീസ് സഹായത്തോടെ മറ്റ് അബ്കാരി ആക്ട് പ്രകാരമുള്ള നടപടികൾക്കും ശുപാർശ ചെയ്യുന്നതാണ്. ഇത്തരക്കാർക്കെതിരെ കർശനമായ സമീപനമായിരിക്കും സ്വീകരിക്കുന്നതെന്ന് ശുചിത്വ വിജിലൻസ് ടീം അറിയിച്ചു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് FHC ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ജെയിംസ്, ശുചിത്വം മാലിന്യ സംസ്കരണ ചാർജ് ഓഫീസർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിഷ്ണുരാജ്, ഹരിതകർമ്മസേന അംഗങ്ങളായ പ്രസന്ന ദാസ്, അജിത ദേവരാജൻ, ഗീത സജീവൻ, റിൻസി ബേബി, സരോജിനി അശോകൻ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മറ്റും ഉപയോഗിക്കുന്ന കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരമുണ്ടാകുന്നത് പലപ്പോഴും പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. പൊതുശുചീകരണത്തിൻ്റെ ഭാഗമായി വളരെയേറെ ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യങ്ങളും അവിടുന്ന് രണ്ട് മാസം മുമ്പ് പഞ്ചായത്ത് നീക്കം ചെയ്തതാണ്. തുടർന്നും ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങുന്ന മദ്യത്തിൻ്റെ കുപ്പികളും മറ്റ് മാലിന്യ വസ്തുക്കളും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പിറകുവശത്തുള്ള ഭാഗത്ത് വലിയ തോതിൽ വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നത് നാടിൻ്റെ ശുചിത്വത്തിന് വലിയൊരു ഭീഷണിയായി മാറിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ശുചിത്വ സ്ക്വാഡും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇന്ന് വളരെയേറെ സമയം ശ്രമകരമായ ജോലി ചെയ്ത് ആ മാലിന്യ കൂമ്പാരം അവിടുന്ന് നീക്കിയിട്ടുണ്ട്. ആ പ്രദേശത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ദയവായി അവസാനിപ്പിക്കണമെന്ന് പൊതുജനങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങുന്ന മദ്യം നിയമവിരുദ്ധമായി ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിച്ച് അവശേഷിക്കുന്ന കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് വലിയ സാമൂഹ്യ സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. വലിച്ചെറിയുന്ന കുപ്പികളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകളുണ്ടായി ഡെങ്കിപ്പനി വ്യാപകമാകുന്ന നില ഉളിക്കൽ ടൗണിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായി. ഒരു സ്ത്രീ ഡെങ്കിപ്പനി വന്ന് മരിക്കാനിടയായ സാഹചര്യവും ഈ ടൗണിൻ്റെ പരിസരത്ത് തന്നെയാണെന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വളരെയേറെ വർദ്ധിപ്പിക്കുകയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ച് സാധ്യമായിട്ടുള്ള എല്ലാ നിയമ നടപടികളും ഇത് തടയുന്നതിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ശുചിത്വ സ്ക്വാഡ് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക ഓർഡർ പ്രകാരം പകലും രാത്രികാലങ്ങളിലും പരിശോധന നടത്താനും നിയമലംഘകർക്കെതിരെ ശക്തമായ പിഴയടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുള്ള വിവരം പൊതുജനങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പോലീസിൻ്റെ സേവനം കൂടി ഈ രംഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഉളിക്കൽ ടൗൺ പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലേക്ക് മാറ്റാനുള്ള പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ആ പ്രവർത്തികൾ കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങുന്ന മദ്യക്കുപ്പികൾ ഉപയോഗിച്ച ശേഷം നിയമവിരുദ്ധമായി വലിച്ചെറിയുന്നവ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൂടി ഈ തരുണത്തിൽ അറിയിക്കുക.